പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊന്ന് സാരിയൊക്കെ എടുത്തും ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് തോന്നിയത് കൊടുക്കണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എന്ത് ചെയ്തു, ATM കയറി നമുക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ട ക്യാഷ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പോയത് ട്രിവാൻഡ്രം സൂവിലാണ്. ഞാനിത് പോകുന്നത് രണ്ടാമത്തെ തവണയാണ്. എൻ്റെ അനിയത്തി ഫസ്റ്റ് ടൈം, എൻ്റെ അമ്മയും നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയത്. നമ്മൾ മെയിൻ കാരണം പോകാൻ കാരണം ഇന്നൊരു സൺഡേ അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ മോനും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. നമ്മളങ്ങനെ ട്രിവാൻഡ്രം സൂവിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്, ഒരാൾക്ക് 40 രൂപ. അത്യാവശ്യം അതിനുള്ളതുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന പ്രഹസനമുണ്ടായിരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ. പിന്നെ എൻ്റെ മോൻ നല്ല ആക്റ്റീവായിരുന്നു, കാരണം ആൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ ഓടി നടന്ന് എന്താ പറയുക, അടിപൊളിയായിട്ട് അവൻ എന്ത് ചെയ്ത് എൻജോയ് ചെയ്യുമായിരുന്നു. നമുക്ക് അധികം അവനെ എടുക്കേണ്ടതൊന്നും വന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തു, അവൻ അവിടെ എൻജോയ് ചെയ്തു. പിന്നെ ഫോട്ടോസൊക്കെ അത്യാവശ്യം ക്ലിയർ കുറവാണ്, കാരണം നല്ല ദൂരമായിരുന്നു. ഇത് നമ്മുടെ വെള്ളിമൂങ്ങയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് അവിടുത്തെ കഴുകനും ഇതൊക്കെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ആണ്. എനിക്കിതിൻ്റെ പേരുകൾ കറക്റ്റൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യം ഒരു തവണ പോയി, ഒരു 3 വർഷത്തിന് മുമ്പാണ്. അതിനൊക്കെ സ്ഥലങ്ങളെല്ലാം ഒരേ ഇത് തന്നെ, പക്ഷേ കുറേ മൃഗങ്ങളും കാര്യങ്ങളും നമ്മൾ കാണാൻ വിചാരിച്ചൊന്നും അധികം എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം പുലിയൊക്കെ കാണാൻ പോയ അതൊക്കെയല്ലേ നമ്മുടെ ഒരു ആഗ്രഹം. അതൊന്നും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇത് നമ്മുടെ നല്ലൊരു സിംഗക്കുട്ടനാണ്. ഇത് ഇത്രയും സൂം ചെയ്ത് എടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അത്, കാരണം നല്ല ദൂരം എന്ന് പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പുലിയൊന്നും കാണാൻ പറ്റിയില്ല, കാരണം പുലികളുണ്ടായിരുന്നു. ഒരു 2 ഐറ്റം 3 ഐറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 2 ഐറ്റം 3 ഐറ്റവും പുറത്തോട്ട് വന്നില്ല. അതിൽ ഒരു ഐറ്റം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ബാക്കി എല്ലാ പുലികളും എന്താ പറയുക, അതിൻ്റേതായ അവസ്ഥയിലങ്ങ് ഒളിച്ച് കിടക്കുകയായിരുന്നു. ഒരു വെള്ളപ്പുലി മാത്രമേ നമ്മൾ കണ്ടു. ഇത് കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? പക്ഷെ എനിക്കിത് ഡമ്മിയായിട്ട് തോന്നിയായിരുന്നു, വേറെ ഒന്നുമല്ല. കാരണം നമ്മൾ തിരിച്ചു വന്നപ്പോഴും അത് അങ്ങനെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഡമ്മി ആയിരിക്കില്ല, എൻ്റെ ഒരു ഇതാണ്. വെള്ളക്കടുവയെ മാത്രമേ നമ്മളവിടെ കണ്ടുള്ളൂ, വേറെ ഒന്നിനെയും കണ്ടില്ല. ബാക്കി എല്ലാം ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഐറ്റം വെറൈറ്റി പാമ്പുകൾ കണ്ടു കേട്ടോ. അനാക്കൊണ്ട. ഇവിടെ ഫോട്ടോ എടുത്തൂടാ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് മെയിനായിട്ട് ഒളിച്ച് നിന്നെടുത്തതാണ് ഇത് കുറച്ച് ഫോട്ടോസ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും അങ്ങനെയില്ല. പിന്നെ പക്ഷികളുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം വെയിലൊക്കെ ആയതുകൊണ്ട് അത് എടുത്താലും കിട്ടത്തില്ലായിരുന്നു. എന്നെ കൊണ്ട് മാക്സിമം പറ്റണൊക്കെ എടുത്തായിരുന്നു. അവസാനമായിട്ട് കണ്ടത് എന്തോന്നും നമ്മുടെ മയിലില്ല, അതിനെയാണ്. ലാസ്റ്റ് നടക്കാൻ പാടില്ല, ചെരുപ്പും കൊണ്ട് നടക്കുന്നത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ എന്ത് ചെയ്ത് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.